ഹലോ നമസ്കാരം. നമ്മുടെ രേണുസുതി സത്യത്തിൽ ഇവിടെ എന്താണാവോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. കാരണം ഇപ്പോഴിതാ പറയുന്നത് നമ്മുടെ ഋതപ്പന്റെ ആഗ്രഹം സാധിക്കാനായിട്ട് ഞാൻ ലോങ് ഹെയർ വെക്കുവാണെന്ന്, വിഗ് വെക്കുവാണെന്ന്. അതായത് കൊച്ചിനെ ഈ അമ്മയ്ക്ക് മുടിയില്ലാത്തത് കാരണം ഭയങ്കര സങ്കടമാണ്. അത് കണ്ടിട്ട് അവൻ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് അമ്മയ്ക്ക് ഇതുപോലെ തന്നെ ഹെയർ വേണം എന്നൊക്കെ തന്നോട് പറഞ്ഞു. എന്തായാലും മോൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുകയാണെന്ന്. ഇപ്പോഴാണോ മോൻ്റെ ആഗ്രഹം സാധിക്കണമെന്ന് തോന്നിയിനി? ഈ അസുഖത്തെക്കുറിച്ച് സമൂഹം അറിയാതിരുന്ന ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഇതുപോലെ ഋതപ്പന്റെ ആഗ്രഹം സാധിക്കാനെന്ന് പറഞ്ഞിട്ട് വല്ല എന്തേലും ഒരു കാര്യം രേണുസുതി ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? രേണുവിന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കുന്നു, രേണുവിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്നതിനെ കൊണ്ട് ആ കൊച്ചിനെ നോക്കുന്നില്ല എന്ന് പറയുന്നില്ല. അവളുടെ ചേച്ചിയും അച്ഛനും അമ്മയൊക്കെ കൂടി ആ കൊച്ചിനെ നോക്കുന്നുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. എന്നാൽ ഈ ഋതപ്പന്റെ ആഗ്രഹം സാധിക്കാനായിട്ടെന്ന് പറഞ്ഞ് ഇപ്പൊ കാണിക്കുന്ന ഈ പേക്കോത്ത്, അത് ശരിക്കും പേക്കോലം കെട്ടുന്നതിന് തുല്യാണ് കേട്ടോ. ഇതുപോലെ ക്യാൻസർ എന്നുള്ള ഈ ഒരു രോഗം ബാധിച്ചിട്ട് റിക്കവറായി വന്ന എത്രയോ ആൾക്കാരുണ്ട്. അവർക്കും ഇതുപോലെ ഹെയർ ഒക്കെ കൊഴിഞ്ഞു പോയി, പിരികമൊക്കെ കൊഴിഞ്ഞു പോയി. എന്നിട്ടും അവരെന്താ റിക്കവറായിട്ട് വന്നിട്ടില്ലേ? അല്ലാണ്ട് അവരാരും ഈ പേക്കോലം കാണിച്ചിട്ടാണോ റിക്കവറായി വന്നിരുന്നത്? മാത്രല്ല, ഈ ഒരു സ്റ്റേജിൽ ശരിക്കും പറഞ്ഞാൽ നന്നായി റെസ്റ്റ് എടുക്കേണ്ട സമയത്താണ് ഈ രേണു ഇത്തരം പ്രവൃത്തികൾ കാണിക്കുന്നത് കേട്ടോ. ഇത് രേണുവിനെ എവിടെ കൊണ്ട് എത്തിക്കുന്നു ഈ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോയ ആൾക്കാർക്ക് ശരിക്കും അറിയാൻ സാധിക്കും കേട്ടോ. പലരും രേണുവിന്റെ വീഡിയോക്ക് താഴെ ഇട്ടിരിക്കുന്ന കമന്റൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. കാരണം ഇങ്ങനൊരു രോഗം വന്നു കഴിഞ്ഞാൽ ശരിക്കും ശരീരത്തിന് ശരിയായ റെസ്റ്റ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അവരോട് ചടഞ്ഞുകൂടി ഞാനൊരു രോഗിയാണ് എന്ന രീതിയിൽ മൂലയിൽ ഒതുങ്ങാനല്ല പറയുന്നത്. അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ഇത്തരം പേക്കോലം അത് വേണ്ട എന്ന് മാത്രമേ രേണുവിനെ സ്നേഹിക്കുന്ന ആൾക്കാർ പറയുന്നുള്ളൂ കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു അഹങ്കാരമായിട്ടാണ് തോന്നിയത്.